ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ ചേരുന്നു. ശ്രീ SGR കുമാർ, എന്തായാലും രാഷ്ട്രപതിയെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. രാഷ്ട്രപതിയെ എന്തൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് കർമ്മസമിതി ഉദ്ദേശിക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച തീർച്ചയായും, പക്ഷേ ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു സമീപനം, കാരണം ശബരിമലയിലുള്ള വിഷയം പുറത്തു വന്നപ്പോഴാണ് ക്ഷേത്രങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വലിയ കവർച്ച കൊള്ളയൊക്കെ നടന്നിട്ടുണ്ട്, ആ ഒരു സത്യം പുറംലോകം അറിയുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ദേവസ്വം ബോർഡ് അമിതമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. അതിൻ്റെ ദുരന്ത ഫലം തന്നെയാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ കവർച്ച, കൊള്ള, അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ, അതുപോലെ രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്താൻ ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? തീർച്ചയായിട്ടും വലിയൊരു അവസരം തന്നെയാണിത്. കാരണം നമ്മൾ രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ചു, അദ്ദേഹത്തെ അവസരം ചോദിച്ചു. അപ്പോൾ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിളിച്ചിരുന്നു, കാണാനുള്ള അവസരം ഒരുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചത് എവിടെ വെച്ചായിരിക്കും കാണുക എന്ന് ചോദിച്ചപ്പോൾ അത് ശബരിമലയിൽ വെച്ച് തന്നെയാണ്, സന്നിധാനത്ത് വെച്ച് തന്നെ കാണാം എന്നുള്ളതാണ്. അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. കാരണം സന്നിധാനത്ത് വെച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും ആ അന്തരീക്ഷം നമുക്കറിയാമല്ലോ. സന്നിധാനത്തൊരു അന്തരീക്ഷം അവിടെ ഉണ്ട്. മാത്രമല്ല, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ടും കാണാനും വിശദീകരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ശബരിമല വിഷയം മാത്രമല്ല, ഇപ്പോൾ ധാരാളം വിഷയങ്ങൾ അതിനിടയ്ക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡിനെ തന്നെ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും ഏത് ദേവസ്വം ബോർഡായാലും ഈ ദേവസ്വം ബോർഡിലെല്ലാം ക്ഷേത്രം കൊള്ളയടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ദൈനംദിനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശബരിമല ഈ സ്വർണ്ണ കവർച്ചയുടെ വിഷയം, അതിന്റെ അന്വേഷണത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വിഭാഗം അന്വേഷിച്ചാൽ ഒരിക്കലും നമുക്ക് അനുകൂലമെന്നല്ല, സത്യം പുറത്തു വരുന്ന രീതിയിലൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് അവർ പ്രതിപാദിക്കുന്ന വിഷയത്തിൽ ഇപ്പം ദേവസ്വം മന്ത്രി, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ്, ഇത്തരത്തിൽ പലരും ഇതിനകത്ത് ഇൻവോൾവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ കൃത്യമായൊരു ഫലം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു CBI അന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതും അതല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് ഈ വിഷയം വേണ്ട തരത്തിൽ പുറത്തേക്ക് വരില്ല എന്നുള്ളതും ഒരു വിഷയമുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത്തരത്തിലൊന്നും നമ്മൾ അവതരിപ്പിക്കും. രണ്ടാമത്, ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അതിനൊരു പകരം സംവിധാനം നമ്മളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഈ ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റി, അതായത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു വിഷയമുണ്ട്. സുപ്രീം കോടതി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയോട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെപ്രസെന്റേഷൻ കൂടെ വന്നിട്ടുള്ള അത്തരത്തില് ചിന്തിക്കേണ്ടി വരും. കാരണം ദേവസ്വം ബോർഡ് വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി, അത് മാത്രമല്ല, ഇനിയും ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ബാക്കിയിരിക്കുന്ന എന്തോ അവിടെ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തില് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മുന്നിൽ എത്തിക്കും. അത് വളരെ പ്രധാനമായിട്ട വിഷയമാണ്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, ഈ ക്ഷേത്ര സ്വത്തുക്കള് മൊത്തത്തിൽ ഈ നഷ്ടപ്പെട്ടതിന്റെ പിന്നില് ഈ രാഷ്ട്രീയമായ ഒരുപാട് ഇടപെടലുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിന്റെ സർക്കാരിന്റെ ഇടപെടലിനെ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ടതായിട്ട് വരും. കാരണം രാഷ്ട്രീയ നിയമനങ്ങളാണ് നമുക്കറിയാം ദേവസ്വം ബോർഡും. അത് മാത്രമല്ല, ഈ ഇത്തരത്തില് ഒരു രാഷ്ട്രീയ നിയമനത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും അതുപോലെ അധ്യക്ഷനും ഒക്കെ ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ട് തന്നെ ആയിരിക്കണം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള പകരം സംവിധാനം നമ്മൾ ആലോചിക്കുമ്പോൾ കൃത്യമായിട്ടും സത്യസന്ധരോട് പെരുമാറാനുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം ഇനിയിപ്പോൾ ഏത് സംവിധാനമായാലും മുന്നോട്ട് വരാനായിട്ട്. അപ്പം അത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയ ക്ഷേത്ര സ്വത്തുക്കൾ, ഇപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഭൂമി തന്നെ ധാരാളം കോടാനുകോടി രൂപയുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ശബരിമല ഈ സ്വർണ്ണ മോഷണത്തിന്റെ മാത്രമല്ല, ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ, മോഷണം, ഭൂമി നഷ്ടപ്പെടാനുള്ള സാഹചര്യം, ഇത്തരത്തിലൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം ഈ ഇതിന് ശേഷമായാലും അല്ലെങ്കിൽ അതിനോടൊപ്പമായാലും നടത്തണം എന്നൊരു ആവശ്യം കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഉന്നയിക്കും. പിന്നെ മേലാൽ ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടല്, അതിപ്പോ ചിലപ്പോൾ ഒരു ബില്ല് വഴിയാണോ അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. പന്തളത്ത് സംരക്ഷണ സമയത്ത് തന്നെ നമ്മളൊരു പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഇടപെടേണ്ട ആവശ്യകത എന്താണെന്നും അത്തരത്തിലൊരു
ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും നമ്മൾ പരിഗണിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണമാസത്തോടനുബന്ധിച്ച് ഇത്തരം പല വിഷയങ്ങൾ മുന്നോട്ട് വരികയും എനിക്ക് തോന്നുന്നു വൺസ് ഫോർ ഓൾ ഒരു ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാകാനായിട്ട് സാധിക്കും. അത്തരത്തില് ഭഗവാൻ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചക്കുള്ള അവസരം. അത് പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്ത് തന്നെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലാണ് നമ്മൾ കാണുന്നത്. യെസ്, ഒരു നിമിത്തമാണ്. ശ്രീ എസ് എ കുമാർ, ഒരു കാര്യം കൂടി. ശബരിമല കർമ്മസമിതി 2 ദിവസമായിട്ട് യോഗം ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ യോഗമാണ് ഇപ്പൊ 2 ദിവസമായിട്ട് നടന്നത്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് മുംബൈയിൽ 2 ദിവസമായിട്ട് യോഗം കൂടിയിരുന്നത്. പല തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം അവിടെ ചർച്ച ചെയ്യും, ഇതിന്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 12ഓളം സംസ്ഥാനങ്ങളിൽ ഇന്ന് ധാരാളം പ്രതിനിധികൾ എത്തിയിരുന്നു. അവരെല്ലാം ഈ വിഷയം വളരെ ഗൗരവമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വിഷയം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ എല്ലാ സിറ്റികളിലും ഈവൻ പറ്റുന്നിടത്തോളം ജില്ലാതലങ്ങളിലും ഒക്കെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തും എത്തിക്കണം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യ നടപടി എന്നോണം ഇന്നലെ മുംബൈയിൽ തന്നെ നവി മുംബൈയിലെ കേരള ഹൗസ്, കേരള സർക്കാരിന്റെ സ്ഥാപനമാണ്, അതിന്റെ മുന്നിൽ നമ്മൾ ശക്തമായൊരു പ്രതിഷേധ പ്രകടനം നടത്തി, ധർണ നടത്തി, അവിടെ കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ വൈകുന്നേരം ഞാനിപ്പോ മുംബൈയിലാണുള്ളത്, മുംബൈയിലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. നല്ല രീതിയിൽ പത്രം ഒക്കെ ഇതിന് മാധ്യമങ്ങളെ ശ്രദ്ധ കേട്ടു. കാരണം ഇത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ക്ഷേത്രം സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ക്ഷേത്ര സ്വത്ത് അപകരിക്കുന്ന തരത്തിലേക്ക് ഇതൊരു കേട്ടുവഴിയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിൽ വളരെയധികം മാധ്യമ ശ്രദ്ധ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രകടനങ്ങളും പ്രൊട്ടസ്റ്റ് ഏതൊക്കെ തരത്തിൽ സാധിക്കുമോ അതെല്ലാം ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളം നടത്താനുള്ള തീരുമാനമുണ്ട്. നമുക്കൊക്കെ തിരുവനന്തപുരത്ത് തന്നെ 15 ഒരു ധർണ ഉണ്ടാവും. പിന്നെ തമിഴ്നാട്ടിലും എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ പലതരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി അതിന് പകരം സംവിധാനം വേണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് ആഗ്രഹിക്കാകപ്പെട്ടു. അതില് ഈ ഒരിക്കലും ഉണ്ണികൃഷ്ണ പൂറ്റിയോ അതല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരോ ഒന്നും മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അത് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ ആളുടെ എഫ്ഐആർ പെട്ടിട്ടുണ്ട്, പ്രസിഡന്റ് ഉൾപ്പെടെ. പക്ഷെ അത് രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാതെ ഇത്തരത്തിൽ നീങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് അതെല്ലാം വേണം തന്നെയാണ് ഈ 2 ദിവസം കൂടിയ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ കൃത്യമായിട്ടും ഇത് വിശാലമായ ഒരു വിഷയമാണ്. അതെനിക്കൊന്ന് ഭാരത് മാത്രമല്ല, ഭാരതത്തിന് പുറത്തേക്കും വിഷയം പോകുന്നുണ്ട്. ഇപ്പോൾ ശ്രീലങ്ക ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. നന്ദി ശ്രീ എസ് ജെ ആർ കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. BHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ചേരുന്നുണ്ട്. ശ്രീ വിജി തമ്പി, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്താൻ ഒരവസരം ലഭിച്ചിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തുന്ന സമയത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രപതിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താം. രാഷ്ട്രപതി തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കൂടിക്കാഴ്ച ശബരിമലയിൽ വെച്ചാവാം എന്നാണ്. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? സ്വാമി ശരണം, അതൊരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ശബരിമലയിലെ ഈ പറഞ്ഞ ആചാരലംഘനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദരണീയായ രാഷ്ട്രപതിയെ ബോധിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നല്ലതാണ്. ഇതിനു മുമ്പ് ഈ ശബരിമല ക്ഷേത്രത്തെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, നിലയ്ക്കൽ നിന്ന് ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നതും, അവിടെ ഭക്തർക്ക് താമസ സൗകര്യം ഒരുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതും, കുടിവെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതും, ഈ വിഷയങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം കേരളത്തിൽ വന്നപ്പോ വിശ്വ പരിഷത്തിന്റെ പേരിൽ ഞാനും രാജശേഖരജിയും നേരിട്ട് അദ്ദേഹത്തെ എയർപോർട്ടിൽ പോയി കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിന് നിവേദനം നൽകിയിരുന്നു. അത് വളരെ അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ പേരിലാണ് ഇപ്പൊ ചില നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ രാഷ്ട്രപതിക്ക് ഇങ്ങനൊരു നിവേദനം നൽകിയാൽ അതും തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു ഭക്തജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ എത്രയോ കാലം കൊണ്ട് ഇവിടുത്തെ ഓരോ ഭക്തരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് കാലിൽ നിന്നും എത്രയും പെട്ടെന്ന് ക്ഷേത്രങ്ങൾ മോചിതമാകണമെന്നുള്ളത്. അത് ഓരോ ഭക്തന്റെയും, ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും, ഓരോ ഈശ്വര ആരാധകരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം സാധ്യതമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി ഇപ്പൊ ഉണർന്നിരിക്കുകയാണ്. കാരണം
ഈ അയ്യപ്പ സംഘം എന്ന പേരിൽ പമ്പയിൽ ഒരു മഹാവൃത്തികെട്ട പരിപാടി പിണറായി സർക്കാരും കൂട്ടരും ഈ അവിശ്വാസികളെ കൊണ്ടുവന്ന് അവിടുത്തെ ആഹാരമെല്ലാം നശിപ്പിച്ച് അവിടുത്തെ ഭഗവാന്റെ മുദ്ര പതിച്ച് അതെല്ലാം ഇട്ട് തീയിട്ട് നശിപ്പിച്ച് ഇത്രയും വൃത്തികേടുകൾ കാണിച്ചപ്പോ ഭഗവാൻ ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇനി ഓരോ കാര്യമായിട്ട് ഭഗവാൻ മുന്നോട്ട് കൊണ്ടുവരും. അതാണ് ഈ കൃത്യസമയത്ത് ഇതിന് മുമ്പൊരിക്കൽ രാഷ്ട്രപതി വരാൻ പോയതാണ്. അന്ന് എന്തോ വരാൻ പറ്റിയില്ല. പക്ഷെ അന്ന് വന്നിരുന്നെങ്കിൽ അന്ന് വന്നങ്ങ് പോയേനെ. പക്ഷെ ഇപ്പോഴാണ് രാഷ്ട്രപതി വരേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ഭഗവാൻ തീരുമാനിച്ച സമയത്താണ്, അതായത് ഭാരതത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രപതി. ആ രാഷ്ട്രപതിയാണ് ഭഗവാനെ കാണാൻ വേണ്ടി ശബരിമലയിൽ വരുന്നത്. അതിനപ്പുറം വേറെ എന്താ ഉള്ളത്? ഇവിടെ നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ദേവസ്വം മന്ത്രിയല്ല ശബരിമലയിൽ പോയി എന്തെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ശബരിമലയിൽ പോയിട്ട് ആ 18-ാം പടി ചവിട്ടി അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടോ? ഈ ദേവസ്വം മന്ത്രി എന്താ ചെയ്തത്? ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് ഗുസ്തി കാണാൻ നിൽക്കുന്ന പോലെ കൈയും കെട്ടി നിന്ന ആളാണ്. ആ മകരവിളക്കിന്റെ അന്ന് ആ ദിവ്യമായ സമയത്ത് ആ നട തുറന്നപ്പോ ഗുസ്തി കാണാൻ പോലെ കൈയും കെട്ടി നിന്ന ആളാണ് ഈ ദേവസ്വം മന്ത്രി. ഈ ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചോളം കള്ളുകടയിലെ പരിപാടിയും അതുപോലെ തന്നെ കള്ളുകടയിൽ സാധനം കൊടുക്കുന്നതും ശബരിമലയെ ഒരുപോലെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ അത് അങ്ങനൊരു ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ്, അദ്ദേഹം എന്താ പ്രസിഡന്റ് മറ്റുള്ളവരും ചെയ്തത് എന്താ? ആരോരും അറിയാതെ രാത്രിയുടെ മറവിൽ, അതും ഒരു കറുത്ത വാവിൽ നിന്ന് ഇരുട്ടത്ത് സ്വർണ്ണപ്പാളി കളിക്കൊണ്ട് പോവാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ ഏറ്റവും മഹത്തായ, അതായത് പ്രഥമ വനിത അവർ ഈ ശബരിമല അയ്യപ്പനെ കാണാൻ ശബരിമലയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ മാറ്റമാണ് നമ്മൾ വരാൻ പോകുന്നത്. അത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ രീതിയിലുള്ള ഭക്തരുടെയും അയ്യപ്പ ഭക്തരുടെയും എല്ലാ ഈശ്വര വിശ്വാസികളുടെയും വലിയൊരു സ്വപ്നം ഈ നശിച്ച കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും നശിച്ച കോൺഗ്രസ്സുകാരിൽ നിന്നും ഈ ഈശ്വര വിശ്വാസികളിലേക്ക് ക്ഷേത്രം കൈമാറ്റപ്പെടണമെന്നുള്ള ഒരു വലിയ സ്വപ്നത്തിലേക്കാണ് എത്തുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീരാമചന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് BJP ഭാരതം പിടിച്ചത്. അയോധ്യ ക്ഷേത്രമായിരുന്നു BJPയുടെ ഭാരത വിജയത്തിന്റെ പ്രധാന ചുവടുപടി. അതുപോലെ ഞാൻ പറയുന്നു, കേരളത്തിൽ ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റും എല്ലാം എടുത്ത് ദൂരെ